ഇവിടെ കടൽക്കാറ്റിലാരുടെ നിലവിളി, ഇവിടെ കറുത്തൊരീ മണലാരുടെ ദുഃഖം, മണ്ട ചീയുമീ തെങ്ങിൻ നിരയാരുടെ ദൈന്യം, ഞണ്ടുകളുടെ കാലിൽ ആരുടെ ചതിയന്ത്രം, ഏതു പൈതാഹങ്ങൾ തൻ തൊണ്ടയിൽ മുത്താകുവാൻ കൈതകളുടെ കയ്യിൽ നിറയെ പുലിനഖം, ഇവിടെ ഈ മണ്ണിലോ പുതഞ്ഞു കിടക്കുന്നു ഇനിയും കണ്ടെത്താത്തൊരൻ സ്വർഗം എന്നാഹ്ലാദം. സമരാവേശത്തിന്റെ തീ പടരുന്ന 1920-30 കാലം. ഭാരതം സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നടുക്കുന്നു. സത്യാഗ്രഹ, നിയമലംഘന, നിസ്സഹകരണ സമരമുറകളിലൂടെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു രാജ്യം ഒരു വികാരമായി ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. സമാധാന സമരമുറകൾ സ്വാതന്ത്ര്യലബ്ധിക്ക് കാലതാമസം വരുത്തുമെന്ന ചിന്തയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഒരു സംഘം വഴിമാറി നടന്നു. ജയപ്രകാശ് നാരായണൻ നേതൃസ്ഥാനത്തുണ്ടായിരുന്നു. ഇത് 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന് കാരണമായി. ആചാര്യ നരേന്ദ്രദേവ്, അശോക് മേത്ത, അച്യുത് പട്വർദ്ധനൻ തുടങ്ങിയവരും CSPയുടെ നേതൃനിരയിൽ അണിനിരന്നു. ദേശീയ തലത്തിലുണ്ടായ പുതിയ ചിന്ത കേരളത്തിലും പ്രതിഫലിച്ചു. CSP ഘടകം സംസ്ഥാനത്ത് രൂപം കൊണ്ടു. CK ഗോവിന്ദൻ നായർ കേരള ഘടകത്തിന്റെ സ്ഥാപക സെക്രട്ടറിയായി. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് തീവ്രത പോരെന്ന കാരണത്താൽ രൂപം കൊണ്ട തിരുവിതാംകൂർ യൂത്ത് ലീഗിന്റെ നേതാക്കളായിരുന്ന പൊന്നറ ശ്രീധറും N ശ്രീകണ്ഠൻ നായരും CSPയിൽ ചേർന്നു. CSP കേരള ഘടകത്തിൽ ഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ തൽപരരായിരുന്നു. അഖിലേന്ത്യാ നേതൃത്വമാകട്ടെ കമ്മ്യൂണിസ്റ്റ് വിരോധികളും. ഈ പൊരുത്തക്കേട് CSP കേരള ഘടകത്തെ തളർത്തി. തുടർന്ന് 1947 CSPയിൽ നിന്നും ഒരു വിഭാഗം പുറത്തുവന്ന് കേരള സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി. അതിന് തലേന്ന് വിവിധ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന രാഷ്ട്രീയ തടവുകാർ മോചിപ്പിക്കപ്പെട്ടു. ഇവരിൽ സ്റ്റേറ്റ് കോൺഗ്രസിലെ ഇടതുപക്ഷ അനുഭാവികളും മലബാർ, കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങളിലെ ഇടതു ചിന്താഗതിക്കാരുമുണ്ടായിരുന്നു. ഈ സംഘം ഇന്ത്യ സ്വതന്ത്രയായ ദിനം പുലർച്ചെ പാലക്കാട് ജില്ലയിലുള്ള തേൻകുരിശി ഗ്രാമത്തിൽ ഒത്തുകൂടി KSPയുടെ പ്രവർത്തനങ്ങൾക്ക് രൂപരേഖയുണ്ടാക്കി.
എന്നാൽ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ എൻ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ള നേതാക്കളെ ജയിൽ മോചിതരാക്കിയില്ല. KSP സമര നേതൃത്വം ഏറ്റെടുത്തു. ജയിലിൽ കഴിയുന്ന നേതാക്കളുടെ മോചനം ആവശ്യപ്പെട്ട് KSP സംഘടിപ്പിച്ച ജയിൽ മോചന സമരം വിജയം കണ്ടു. 1947 നവംബർ 1 ആരംഭിച്ച് ഡിസംബർ 10 ലക്ഷ്യം കണ്ട ഈ സമരമാണ് KSP ഏറ്റെടുത്ത ആദ്യ ബഹുജന സമരം. അന്നു മുതൽ പാർട്ടിയുടെ ഓരോ വളർച്ചയിലും താഴ്ചയിലും അമിതാഹ്ലാദത്തിന്റെയോ കൊടും നിരാശയുടെയോ ഭാവങ്ങളില്ലാതെ ഒപ്പം നടക്കുകയാണ് 80 പിന്നിട്ട ഈ കർമ്മയോഗി സഖാവ് ബേബി ജോൺ. ചവറയിലെ ചില മതിലുകളുടെ പുറത്ത് ഇന്നും ഒരു പഴയ ചുമരെഴുത്ത് കാണാം. ചവറയിൽ വളർന്ന, ചവറയെ വളർത്തിയ ബേബി ജോൺ എന്ന്. അതൊരു സത്യമാണ്. ബേബി ജോൺ ചവറയിൽ വളർന്ന് ചവറയെ വളർത്തുന്നതിന് വളരെയധികം തൻ്റെ രാഷ്ട്രീയവും സാമൂഹികവും ഒക്കെയായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള, സഫലമായി ചെലുത്തിയിട്ടുള്ള ഒരു വലിയ വ്യക്തിയാണ്. കൊല്ലവർഷം 1112 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ GP നീലകണ്ഠപിള്ള, MK മാത്യു എന്നിവർക്കായി പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു ബേബി ജോൺ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിച്ചത്. പൊതുപ്രവർത്തനത്തിന്റെ ആദ്യ പാദം വെച്ചത് നീണ്ടകരയിലാണെങ്കിലും തുടർന്നുള്ള വിദ്യാഭ്യാസ കാലത്ത് ബേബി ജോൺ പാളയംകോട്ട, കൊച്ചി, പാലക്കാട് എന്നിവിടങ്ങളിലാക്കി പ്രവർത്തന മേഖല. ഇതിനുശേഷമാണ് ബേബി ജോൺ ചവറയിലേക്ക് വരുന്നതും പൊതുപ്രവർത്തനത്തിനായി കരിമണലിൽ കാലുറപ്പിക്കുന്നതും. കണ്ണന്തോടം ജനാർദ്ദനൻ നായരാണ് KSP എന്ന ആശയഗതിയുടെ പിതാവ്. തൊഴിലാളി വർഗ ഏകീകരണത്തിന് തന്റേതായ ഒരു പുതിയ കാഴ്ചപ്പാട് കണ്ണന്തോടം പുലർത്തിയിരുന്നു. N ശ്രീകണ്ഠൻ നായർ, TK ദിവാകരൻ എന്നിവരെ കശുവണ്ടി മേഖല ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനാ പ്രവർത്തനങ്ങൾക്കായി കണ്ടെത്തിയതും ബേബി ജോണിനെ കരിമണൽ മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ നിയോഗിച്ചതും കണ്ണന്തോടം എന്ന ദീർഘദർശിയായിരുന്നു. ഫ്യൂഡൽ മേധാവികളുടെ ചാട്ടവാറുകൾ നിയന്ത്രിക്കുന്ന തൊഴിൽ മേഖലയിൽ അടിമകളായി പണിയെടുത്ത 10,000-കണക്കിന് തൊഴിലാളികൾക്ക് കഠിനാധ്വാനവും കൂലിയില്ലായ്മയുമായിരുന്നു തൊഴിലും ജീവിതവും. പകലന്തിയോളം പണിയെടുക്കുന്നവർക്ക് യാതനകളും മുതലാളിക്ക് ലാഭസുഖങ്ങളും. ഈ വ്യവസ്ഥിതി ചോദ്യം ചെയ്യപ്പെടാതെ തുടർന്നു. ഈ പശ്ചാത്തലത്തിലേക്കാണ് ചവറ മണൽ കമ്പനി തൊഴിലാളി നേതൃത്വത്തിലേക്ക് കൊടുങ്കാറ്റിന്റെ സമരാവേശവുമായി ബേബി ജോൺ പ്രവേശിച്ചത്. ഒരേ സമയം അവകാശ സംസ്ഥാപനത്തിന് തൊഴിലുടമകളോട് പൊരുതുകയും ഫ്യൂഡൽ അടിത്തറയുള്ള കോൺഗ്രസിനെ നേരിടുകയും വേണം. തൊഴിലാളി യൂണിയൻ പ്രവർത്തനം അഗ്നി പരീക്ഷണമായിരുന്ന കാലം യൂണിയൻ പ്രസിഡന്റായി ബേബി ജോൺ അവരോധിക്കപ്പെട്ടു. അടിമകളെപ്പോലെ പണിയെടുത്തിരുന്ന ചവറയിലെ കരിമണൽ തൊഴിലാളികളുടെ തലച്ചോറിൽ അവകാശങ്ങളുടെ കടലിരമ്പി. ചൂഷണത്തിനെതിരെ കാരിരുമ്പിന്റെ കരുത്തുമായി അവർ സമൂഹ ശക്തിയായി വളരാൻ തുടങ്ങി. ബേബി ജോൺ എന്ന തലയെടുപ്പുള്ള കറുത്ത മനുഷ്യൻ എല്ലാത്തിനും മുന്നിൽ തന്നെ നിന്നു. 1948 മെയ് 1 അവകാശ സംരക്ഷണത്തിനായി കരിമണൽ തൊഴിലാളികൾ ബേബി ജോണിന്റെ നേതൃത്വത്തിൽ കൊല്ലത്തു നിന്നും
തിരുവനന്തപുരത്തേക്ക് കാൽനട ജാഥയായി പുറപ്പെട്ടു. മെയ് 10 ജാഥ ലക്ഷ്യം കണ്ടു. അവകാശ സംരക്ഷണത്തിന്റെ പുതിയ ആഹ്വാനം ലോകത്തിൽ മാറ്റൊലിക്കൊണ്ടു. തിരുവിതാംകൂറിൽ തൊഴിലാളികൾ നടത്തിയ ആദ്യ കാൽനട ജാഥയായിരുന്നു ഇത്. ചൂഷിതവർഗത്താൽ അടിച്ചമർത്തപ്പെട്ട, എന്നാൽ തൊഴിലാളി സംഘടനകൾക്ക് വേരുപിടിക്കാൻ വളക്കൂറുള്ള മണ്ണിൽ 1920 ബേബി ജോൺ പിറന്നു. ഇന്നത്തെ ചവറ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ നീണ്ടകരയിലെ ഒരു സാധാരണ കുടുംബമായ വയലിൽ വീട്ടിൽ ജോണിന്റെയും മേരിയുടെയും മകനായാണ് ബേബി ജോൺ ജനിച്ചത്. 13 മക്കൾ നഷ്ടമായ ഈ ദമ്പതികളുടെ നീണ്ട പ്രാർത്ഥനകളുടെ തിരുശേഷിപ്പാണ് ബേബി ജോൺ. അറേബ്യൻ കടലിനും അഷ്ടമുടിക്കായലിനും മധ്യേ ഒരു ദ്വീപ് പോലെ കിടന്നിരുന്ന നീണ്ടകരയിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നന്നേ കുറവായിരുന്നു. ബേബി ജോൺ 3-ാം ക്ലാസ് വരെ വീടിനടുത്തുള്ള സെന്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിലും 4-ാം ക്ലാസ്സിൽ ശക്തികുളങ്ങര സെന്റ് ലിയോൺ സ്കൂളിലും 3rd ഫോം ശക്തികുളങ്ങര സെന്റ് ജോസഫ് സ്കൂളിലും ചവറ ഹൈസ്കൂളിലുമായി വിദ്യാഭ്യാസവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തി. ഇക്കാലത്താണ് കുമ്പളത്ത് ശങ്കുപിള്ള എന്ന കോൺഗ്രസ് നേതാവിന്റെ വീരകഥകൾ കൊച്ചു ബേബി ആരാധനാപൂർവം കേട്ടത്. അന്തസ്സും സാഹസികതയും പൊതുജീവിതത്തിൽ പുലർത്തിയിരുന്ന കുമ്പളത്ത് ശങ്കുപിള്ളയോട് തോന്നിയ ആരാധനയാണ് ബേബി ജോണിനെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിച്ചത്. രാഷ്ട്രീയത്തോട് തോന്നിയ താൽപര്യം സ്കൂൾ വിദ്യാഭ്യാസത്തെ ഉലച്ചു. ഇത് മനസ്സിലാക്കിയ മാതാപിതാക്കൾ കോട്ടാറിൽ ഐറിഷ് മിഷണറിമാർ നടത്തിയിരുന്ന കാർമൽ ബോർഡിംഗ് സ്കൂളിൽ ബേബി ജോണിനെ ചേർത്തു. എന്നിട്ടും രാഷ്ട്രീയ താൽപര്യം ഒട്ടും കുറഞ്ഞില്ല. ഒടുവിൽ സ്കൂൾ ഫൈനൽ പരീക്ഷ ജയിച്ച് ആദ്യം പഠിച്ച സ്കൂളിൽ അധ്യാപകനായി പ്രവേശിച്ചു. ബേബി ജോൺ അങ്ങനെ ബേബി സാറായി. അപ്പോഴും കോൺഗ്രസിലെ സജീവ പ്രവർത്തകനായിരുന്നു. കോൺഗ്രസിലെ പുരോഗമനവാദികളായ മുഴുവൻ ചെറുപ്പക്കാരുടെയും ആചാര്യനായിരുന്ന പൊന്നറ ശ്രീധറിന്റെ നേതൃത്വത്തിൽ യൂത്ത് ലീഗ് രൂപം കൊണ്ടപ്പോൾ ബേബി ജോണും അതിലേക്ക് ആകർഷിക്കപ്പെട്ടു. 1938 ഓഗസ്റ്റിൽ തിരുവനന്തപുരത്ത് നടന്ന യൂത്ത് ലീഗിന്റെ വാർഷികം ഏറെ കോളിളക്കം സൃഷ്ടിച്ചു. വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാനെത്തിയ കമലാദേവി ചതോപാധ്യായയെ ദിവാൻ സർ CPയുടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ സംഭവത്തിൽ പ്രക്ഷുബ്ധരായ പ്രവർത്തകരോടൊപ്പം ബേബി ജോണും ചേർന്നു. നിരവധി പ്രതിഷേധ യോഗങ്ങളിൽ പങ്കെടുത്ത് ദേശീയ മോചനത്തിനും ഉത്തരവാദ ഭരണ സംവിധാനത്തിനും വേണ്ടിയുള്ള പ്രക്ഷോഭത്തിൽ ഇദ്ദേഹവും പങ്കാളിയായി. അക്കാലത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം നീണ്ടകര, ചവറ, തെക്കുംഭാഗം പ്രദേശങ്ങളിൽ സജീവമായിരുന്നു. ഇതിന് നേതൃത്വം നൽകിയവർ വെട്ടത്താഴത്ത് വാസുപിള്ള, മുക്കോടി വടക്കതിൽ ഗോപാലപിള്ള, കാരാണ നാരായണപിള്ള, ശാസ്ത്രികുമാരൻ എന്നിവരായിരുന്നു. ഇവരോടൊപ്പം ബേബി ജോണും കോൺഗ്രസ് പ്രവർത്തനത്തിൽ മുഴുകി. ഇതിനിടയിൽ പോലീസ് കേസിൽപ്പെട്ട് ബേബി ജോണിന്റെ ജോലി നഷ്ടമായി. തുടർന്ന് വീട്ടുകാരുടെ നിർബന്ധത്തിൽ പാളയംകോട്ടയിൽ ജസ്യൂട്ട് സന്യാസിമാർ നടത്തിയിരുന്ന സെന്റ് സേവിയേഴ്സ് കോളേജിൽ പഠിക്കുവാൻ ഇദ്ദേഹം ചേർന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്നുണ്ടായ സമരാവേശത്തിൽ താമ്രപർണി നദിയുടെ തീരത്ത് സമ്മേളിച്ച് സമാന ചിന്താഗതിക്കാരായ വിദ്യാർത്ഥികളോടൊപ്പം പുസ്തകം കീറി നദിയിലെറിഞ്ഞ് സമരരംഗത്തേക്കിറങ്ങി. അതോടെ കോളേജിൽ നിന്നും പുറത്താക്കി. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനെന്ന നിലയിൽ ഇതിനകം ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഈ യുവാവ് പോലീസിന്റെ നോട്ടപ്പുള്ളിയായി തീർന്നു. അതോടെ നാട്ടിൽ നിൽക്കുവാൻ കഴിയാതെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. 2 വർഷത്തിനു ശേഷം വീണ്ടും നാട്ടിലെത്തി തേവര സേക്രഡ് ഹാർട്ട്സ് കോളേജിൽ BA വിദ്യാർത്ഥിയായി ചേർന്നു. ഇക്കാലത്താണ് കണ്ണന്തോടം ജനാർദ്ദനൻ നായർ, N ശ്രീകണ്ഠൻ നായർ, KC ജോർജ് തുടങ്ങിയ പല പ്രമുഖരുമായി ബേബി ജോണിന് അടുത്തിടപഴകാൻ അവസരമുണ്ടായത്. പ്രൈമറി വിദ്യാഭ്യാസത്തെ ദേശസാൽക്കരിക്കാൻ സർ CP രാമസ്വാമി അയ്യർ എടുത്ത ഏകാധിപത്യ തീരുമാനത്തിനെതിരെ
ബഹുജന പ്രക്ഷോഭം ശക്തി പ്രാപിച്ചു. വിദ്യാർത്ഥി നേതാവായ ബേബി ജോണും സമര പങ്കാളിയായി. ഇക്കാലത്ത് ഒരു ഉദ്ഘാടന പരിപാടിക്ക് സർ CP തേവരയിലെത്തി. ബേബി ജോണിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി സംഘം CPയുടെ കാറിന് നേരെ കല്ലെറിഞ്ഞു. സമരക്കാരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. അറസ്റ്റിലായ ബേബി ജോണിനെ സർ CPയുടെ മുന്നിൽ ഹാജരാക്കി. ചരിത്രം ഏകാധിപതിയെന്ന് വിളിക്കുന്ന സർ CP ബേബി ജോണിന്റെ വാദഗതികൾ ശ്രദ്ധാപൂർവം കേട്ടു. ഭാവിയിൽ ബേബി ജോൺ നല്ലൊരു രാഷ്ട്രീയക്കാരനും തന്ത്രജ്ഞനുമാകുമെന്ന് CP പ്രവചിക്കുകയും ചെയ്തു. ശിക്ഷയ്ക്കു പകരം അനുഗ്രഹമാണ് ബേബി ജോണിന് CP അന്ന് നൽകിയത്. തുടർന്ന് ബേബി ജോൺ കോളേജിൽ ചെന്നെങ്കിലും പഠിക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ തേവര കോളേജിന്റെ പടിയിറങ്ങി. ഈ പടിയിറക്കം ഒരർത്ഥത്തിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പടികയറ്റമായിരുന്നു. തേവരയിൽ നിന്നും അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിലെത്തി. മലബാർ പ്രദേശത്തെ പ്രവർത്തനങ്ങളെ കൂട്ടിയിണക്കാൻ കണ്ണന്തോടവും ശ്രീകണ്ഠൻ നായരും ബേബി ജോണിനെ നിയോഗിച്ചു. ബേബി ജോൺ പാലക്കാട് നേതാജി ലോഡ്ജിൽ താമസം ആരംഭിച്ചു. ക്രമേണ ഈ ലോഡ്ജ് തിരുക്കൊച്ചി പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റുകളുടെ ഒളിത്താവളമായി മാറി. സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയഗതിക്കാരനായ സർ CPയുടെ നിലപാടിനെ സോഷ്യലിസ്റ്റുകൾ ശക്തമായി എതിർത്തു. 1947 ജൂലൈ 25 തിരുവനന്തപുരം മ്യൂസിക് അക്കാദമിയിൽ വെച്ച് CP രാമസ്വാമി അയ്യരെ KCS മണി വെട്ടി പരിക്കേൽപ്പിച്ചു. തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിന് ഈ സംഭവം വഴിതെളിച്ചു. സംഭവശേഷം മണി എത്തിച്ചേർന്നത് ബേബി ജോൺ താമസിച്ചിരുന്ന നേതാജി ലോഡ്ജിലായിരുന്നു. ഇവരുടെ കൂട്ടായ്മ സാഹസികതയും വിവേകബുദ്ധിയും ഒത്തുചേർന്ന ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ സഹായകമായി. ആയിരത്തി 1948 പ്രായപൂർത്തി വോട്ടവകാശ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി തിരുവിതാംകൂറിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. വർഗീയ പ്രതിലോമ ശക്തികൾക്കെതിരെ KSPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നിലയുറപ്പിച്ചു. കോൺഗ്രസിലെ മകാരഥന്മാർക്കെതിരെ സ്ഥാനാർത്ഥികൾ അണിനിരന്നു. തിരുവനന്തപുരത്ത് പട്ടം താണുപിള്ളയ്ക്കെതിരെ ശ്രീകണ്ഠൻ നായരും പത്തനാപുരത്ത് TM വർഗീസിനെതിരെ PT പുന്നൂസും മത്സരിച്ചു. കൊല്ലം ബഹുങ്ക മണ്ഡലത്തിൽ R ശങ്കറിനെയും കൂട്ടു സ്ഥാനാർത്ഥികളായ റാഫേൽ റെദ്രിങ്സിനെയും KA മുഹമ്മദിനെയും നേരിട്ടത് TK ദിവാകരനും ബേബി ജോണും AA റഹീമുമാർ. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴാണ് പള്ളി നേതൃത്വവുമായി ബേബി ജോൺ ഇടഞ്ഞത്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള പള്ളിയുടെ അനുശാസനം അദ്ദേഹം നിരാകരിച്ചു. പള്ളിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് സഭ പ്രതികരിച്ചത്. പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ നിയോഗം ലഭിച്ച ഈ മനുഷ്യൻ ഒരർത്ഥത്തിൽ ദൈവപുത്രൻ തന്നെയായിരുന്നു. സമുദായത്തിലെ ചെറുപ്പക്കാർ ബേബി ജോണിന് പിന്തുണ നൽകി വിജയ കിരീടമണിയിച്ചു. ആത്മത്യാഗത്തിലൂടെയും അഗ്നി പരീക്ഷണങ്ങളിലൂടെയും KSP വളരുകയായിരുന്നു. തിരുക്കൊച്ചി പ്രദേശത്തെ തൊഴിലാളികൾക്കിടയിൽ KSPക്ക് നിർണായക സ്വാധീനമുണ്ടായിരുന്നു. ഇടത്തരക്കാരും ബുദ്ധിജീവികളും അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഉൾവിളി KSP ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ കേട്ടു. മധ്യ തിരുവിതാംകൂറിലെ പാർട്ടി പ്രവർത്തനത്തിന്റെ നേതൃത്വവും ഊർജ സ്രോതസ്സും മിനറൽസ് വർക്കേഴ്സ് യൂണിയനായിരുന്നു. അതിന്റെ അമരക്കാരനെന്ന നിലയിൽ ബേബി ജോൺ വഹിച്ച പങ്ക് വലുതാണ്. കുന്നത്തൂർ താലൂക്ക് കശുവണ്ടി തൊഴിലാളി യൂണിയൻ, കായംകുളം പച്ചത്തൊണ്ട് തൊഴിലാളി യൂണിയൻ, കായംകുളം മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ, മധ്യ തിരുവിതാംകൂർ കശുവണ്ടി തൊഴിലാളി യൂണിയൻ, നാവിക തൊഴിലാളി സംഘം തുടങ്ങിയ സംഘടനകൾ സഖാവ് ബേബി ജോണിന്റെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ചു. എല്ലാവരും കൂടെ ആലോചിച്ച് നമുക്കിത് എങ്ങനെ പരിഹാരം കാണണം എന്നുള്ളത് സംബന്ധിച്ച് നല്ല വിദ്യാഭ്യാസം ചെയ്യിക്കണം. ഇപ്പോഴും റേഷൻ വാങ്ങിക്കുന്നവർക്ക് എന്ത് കൊടുക്കണം? 7 രൂപ താഴെ 6 രൂപ 7 രൂപ. അപ്പം അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. 2 രൂപ 51 പൈസ ആയിരുന്നു ഇവർ ഭരണത്തിൽ വന്നപ്പോൾ. ഈ ഗവൺമെന്റ് പിന്നെ പറഞ്ഞ് വിജയിച്ച ആകെ മന്ത്രിമാരുടെ വികസനം, അല്ലാതെ നാടിന്റെ വികസനം, ഭരണാധികാരിയുടെ വികസനം, അഴിമതി.
അഴിമതിയിൽ ചെളിക്കുണ്ടി നിൽക്കുന്ന ഒരു ഗവൺമെന്റ്. ഇതാണ് ഇതിലുള്ളത്. ഇതെല്ലാം കയർ മേഖലയിലെ തൊഴിലാളികളാണ് നിൽക്കുന്നത്. അവരെ ഈ സമരത്തിലെ ഈ പടക്കടത്തിലെ പടയാളികളാണ്. കുമ്പളത്ത് ശങ്കുപിള്ളയ്ക്കും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനുമെതിരെ ബേബി ജോൺ എന്ന രാഷ്ട്രീയക്കാരന് സമരം നയിക്കേണ്ടി വന്നതും ചരിത്ര നിയോഗമാകാം. KSPയുടെ നയവും തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനുള്ള ശ്രമവും ശ്രദ്ധിക്കപ്പെട്ടു. കോൺഗ്രസിൽ നിന്നും തൊഴിലാളികളുടെ മനസ്സ് KSPയിലേക്ക് കൂടുമാറി. പലരും KSPയിൽ അംഗങ്ങളായി. ബേബി ജോണും കുമ്പളത്ത് ശങ്കുപിള്ളയും ആശയപരമായി അകന്നു തുടങ്ങുന്നത് ഈ സാഹചര്യത്തിലാണ്. കരുത്താർന്ന സ്വന്തം ആശയഗതിയോട് എന്നും ഈ മനുഷ്യൻ നീതി പുലർത്തിയിരുന്നു. KSPക്ക് ചോരപ്പാടുകളുടെയും മർദ്ദനത്തിന്റെയും തീവ്ര സമരങ്ങളുടെയും കാലമായിരുന്നു. AD കോട്ടൺ മില്ലും ചവറ MCM കമ്പനിയും തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനു വേണ്ടി രണ്ടിടത്തും സമരം നടക്കുന്നു. തൊഴിൽ വകുപ്പ് മന്ത്രി N. കുഞ്ഞിരാമനുമായി ചർച്ചയ്ക്ക് ബേബി ജോൺ തിരുവനന്തപുരത്തേക്ക് തിരിച്ച ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ കോട്ടൺ മില്ലിലെ സമരം പോലീസും തൊഴിലാളികളുമായുള്ള തുറന്ന സംഘട്ടനത്തിലും ചോര ചൊരിച്ചിലേക്കും നീങ്ങി. ലാത്തിചാർജിലും കല്ലേറിലും നൂറുകണക്കിന് തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ള നിരവധി പേരും സ്ത്രീ തൊഴിലാളികളും അറസ്റ്റ് ചെയ്യപ്പെട്ടു. മന്ത്രിയുമായുള്ള ചർച്ചയ്ക്കിടയിൽ ബേബി ജോൺ ഈ വിവരമറിഞ്ഞു. ചർച്ച മതിയാക്കി കൊടുങ്കാറ്റുപോലെ കൊല്ലത്തേക്ക് മടങ്ങുന്നതിനിടയിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും വെച്ച് അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ബേബി ജോൺ തന്ത്രപരമായി ഒഴിഞ്ഞുമാറി. അടുത്ത ദിവസം ചവറ മണൽ കമ്പനിയിലെ തൊഴിലാളികൾ ഒത്തുകൂടി ജാഥയായി കൊല്ലത്തേക്ക് നീങ്ങി. തുറുങ്കിലടയ്ക്കപ്പെട്ട സഹപ്രവർത്തകരോടുള്ള വർഗസ്നേഹം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജാഥ പുത്തൻതുറയിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. ലക്ഷ്യം നേടുന്നതുവരെ പിന്മാറാൻ തയ്യാറല്ലായിരുന്ന തൊഴിലാളി സേന പോലീസിന്റെ നിയന്ത്രണം തകർക്കാൻ ശ്രമിച്ചു. തുടർന്നുണ്ടായ അതിക്രൂരമായ സംഘട്ടനത്തിൽ നിരവധി തൊഴിലാളികൾക്ക് മാരകമായി പരിക്കുപറ്റി. ദിവസങ്ങൾക്കകം ബേബി ജോൺ അറസ്റ്റിലായി. 1124 നടന്ന ഈ സംഭവത്തെ ഇടവം 12 എന്ന് ചരിത്രം വീരസ്മരണയോടെ സ്മരിക്കുന്നു. ഇക്കാലത്ത് KSPയിൽ ആശയഭിന്നതയുടെ കാർമേഘം ഉരുണ്ടുകൂടി പിളർപ്പിലേക്ക് നീങ്ങി. KSPയുടെ നയപ്രഖ്യാപനമനുസരിച്ച് ഒരു അഖിലേന്ത്യാ അടിസ്ഥാനം വേണമെന്ന് സിദ്ധാന്തിച്ച ഭൂരിപക്ഷ വിഭാഗം യോഗം കൂടി G. ഗോപിനാഥൻ നായർ കൺവീനറായി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. കൽക്കത്തയിൽ കൂടുന്ന കമ്മ്യൂണിസ്റ്റേതര മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കക്ഷികളുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ K. ബാലകൃഷ്ണൻ, ചെങ്ങാരപ്പള്ളി നാരായണൻ പോറ്റി എന്നിവരെ അയച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KSP RSPയിൽ ലയിച്ചു. വിഘടനമല്ല, ഒരുമയാണ് ദേശത്തിന് ആവശ്യമെന്ന ചിന്തയായി ഈ ലയനത്തെ വിലയിരുത്താം. RSP നേതൃത്വത്തിലുള്ള മുഴുവൻ തൊഴിലാളി യൂണിയനുകളും ചേർന്ന് UTUC എന്ന സംഘടന 1953 രൂപീകരിച്ചു. സംസ്ഥാന സെക്രട്ടറിയായി ബേബി ജോൺ തെരഞ്ഞെടുക്കപ്പെട്ടു. സഖാവ് മത്തായി മാഞ്ഞുരാന്റെ നേതൃത്വത്തിൽ KSPക്ക് ഒരു പുതിയ പന്ഥാവ് ഉണ്ടാവണം, അത് സ്വതന്ത്ര കേരളം എന്നതായിരിക്കണം എന്ന ഒരു പുതിയ ആശയം അദ്ദേഹം അവതരിപ്പിച്ചു. ഭാഷാപര പ്രവിശ്യകൾക്ക് സ്വയം നിർണയാവകാശം എന്ന തത്വത്തിലധിഷ്ഠിതമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് രൂപം കൊണ്ട കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയെ അതിൽ നിന്ന് ഒരു പുതിയ ആശയത്തിൻ്റെ ആവിഷ്കാരവുമായി സഖാവ് മത്തായി മാഞ്ഞുരാനും മറ്റും വന്നപ്പോൾ യോജിക്കാനൊക്കാതായി. എന്നാൽ പാർട്ടിക്കകത്ത് ഈ ഭിന്നതയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രസ്ഥാനവുമായി യോജിക്കാവുന്ന, ആദർശപരമായി യോജിക്കാവുന്ന പ്രസ്ഥാനങ്ങളുമായി ഒരുമിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് എന്ന അഭിപ്രായം സഖാക്കളിലും നേതൃനിരയിലും ഒക്കെ ഉണ്ടായപ്പോൾ കൽക്കട്ടയിൽ പോയി
അവിടുത്തെ ട്രേഡ് യൂണിയൻ മേഖലയിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തുമൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട സാവു കെ ബാലകൃഷ്ണനും മറ്റും പാർട്ടിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി നമുക്ക് KSPക്ക് യോജിക്കാവുന്ന ആദർശപരമായ സമീപനവും പ്രവർത്തന രീതിയും സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് സഖാവ് ത്രിദീപ് ചൗധരി നേതൃത്വം നൽകിയിരുന്ന RSPയുമായി ബന്ധപ്പെടുകയും സഖാവ് ത്രിദീപ് ചൗധരി കേരളത്തിൽ 50 കാലത്ത് വന്ന് RSP KSP ലയനം തീരുമാനിക്കുകയും ചെയ്തതാണ്. കരിമണൽ തൊഴിലാളികളുടെ ജീവിത സമരത്തിന്റെ ഭാഗമാണ് KSPയും RSPയും. തൊഴിലാളി യാതനകളുടെ തീപ്പൊരിയിൽ നിന്നും കത്തിക്കയറിയ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വേര് തൊഴിലാളികളുടെ കണ്ണീരും ഉപ്പും ആവേശവും നിറഞ്ഞതാണ്. TK ദിവാകരൻ എന്ന രാഷ്ട്രീയ വിപ്ലവകാരിയും കൊല്ലം ലേബർ യൂണിയൻ പ്രവർത്തനത്തിലൂടെ തൊഴിലാളി വർഗത്തിന്റെ അമരക്കാരനായി. ശ്രീകണ്ഠൻ നായർ, TK ദിവാകരൻ, ബേബി ജോൺ എന്ന ശക്തി സംയോഗത്തിലെ ഈ നക്ഷത്രം കൊല്ലത്തിന്റെ സർവസ്വവുമായിരുന്നു. തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇടതുപക്ഷ വക്താവായിരുന്നു. കശുവണ്ടി തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ TK വഹിച്ച പങ്ക് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ കെടാത്ത ജ്വാലയാണ്. പ്രസ് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും മോട്ടോർ തൊഴിലാളി സഹകരണ സംഘം സ്ഥാപിക്കുന്നതിലും മുന്നിൽ നിന്ന RS ഉണ്ണി TKയുടെയും ബേബി ജോണിന്റെയും പ്രബലനായ സഹയാത്രികനായിരുന്നു. AD കോട്ടൺ മിൽ ജീവനക്കാരനായിരുന്ന RS ഉണ്ണി സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തകനായാണ് പൊതുജീവിതം ആരംഭിച്ചത്. 1956 കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ഐക്യം നിലനിർത്താനായില്ല. എല്ലാ കക്ഷികളും പരസ്പരം മത്സരിച്ചു. 27 അസംബ്ലി മണ്ഡലങ്ങളിലും 3 പാർലമെന്റ് മണ്ഡലങ്ങളിലും മത്സരിച്ച RSPക്ക് ഒറ്റ സീറ്റ് പോലും നേടാനായില്ല. 1948 ശേഷം ബേബി ജോൺ പരാജയപ്പെട്ടിട്ടുള്ള ഏക തെരഞ്ഞെടുപ്പായിരുന്നു അത്. തൊഴിലാളി വർഗത്തിന്റെ പ്രതീക്ഷകളുടെ കൊടിയും പാറിച്ച് 1957 ഏപ്രിൽ 5 കേരളത്തിലെ ആദ്യസഭ EMSന്റെ നേതൃത്വത്തിൽ അധികാരമേറ്റു. നിയമപണ്ഡിതൻ VR കൃഷ്ണയ്യർ ആയിരുന്നു ആഭ്യന്തരമന്ത്രി. 1958 കൊല്ലത്തെ ചന്ദനത്തോപ്പ് കശുവണ്ടി ഫാക്ടറിയിൽ തൊഴിലാളികൾ നടത്തിയ സമരത്തിനു നേരെ പോലീസ് വെടിവെപ്പ് നടത്തി. തൊഴിലാളികളായ സുലൈമാനും രാമനും വെടിയേറ്റ് മരിച്ചു. അടിസ്ഥാന വർഗം ചങ്കുകൊടുത്ത് വളർത്തിയെടുത്ത ഒരു പാർട്ടി നാട് ഭരിക്കുമ്പോൾ അവകാശ സംരക്ഷണത്തിനായി സമരം ചെയ്യുന്ന തൊഴിലാളികൾ വെടിയേറ്റ് മരിക്കുന്ന അവസ്ഥ നാടിനെ നടുക്കി. RSP ആ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. RSPയുടെ ചരിത്രത്തിലെ സുപ്രധാന കാലസന്ധിയാണ് ചന്ദനത്തോപ്പ് സമരം. RSP പ്രഖ്യാപിച്ച സന്ധിയില്ലാ സമരം വിമോചന സമരത്തിന്റെ ഭാഗമായി. തുടർന്ന് 1959 ജൂലൈ 31 കേന്ദ്ര ഗവൺമെന്റ് EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. 1970 ബേബി ജോൺ ആദ്യമായി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നത്. C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി രൂപീകരിച്ച മന്ത്രിസഭയിൽ TK ദിവാകരനും അംഗമായിരുന്നു. സ്ഥാനമാനങ്ങൾ ഈ കരുത്തനെ ഒരിക്കലും പ്രലോഭിപ്പിച്ചിട്ടില്ല. മന്ത്രിപദം ഏറ്റെടുത്തതിന് തൊട്ടടുത്ത നാളിൽ ഇദ്ദേഹം നടത്തിയ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന് കരുതിയല്ല ഞാൻ പൊതുരംഗത്തേക്ക് വന്നത്. നാം ജീവിക്കുന്ന സമൂഹത്തിൽ സാധാരണക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമുണ്ടാകണമെന്ന് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം.
ജീവിതത്തിൽ യാദൃച്ഛികമായി പലതും സംഭവിക്കാറുള്ള കൂട്ടത്തിൽ ഞാനും ഒരു മന്ത്രിയായി. ആയിരത്തി 1975 അടിയന്തരാവസ്ഥയുടെ ഭീകരനാളുകൾ. അന്ന് അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലമായിരുന്നു. അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളിലും പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ബേബി ജോൺ ശ്രമിച്ചു. 57 ഇടതുപക്ഷ മന്ത്രിസഭ ഭൂപരിഷ്കരണ നിയമം പാസാക്കിയെങ്കിലും 70-77 കാലഘട്ടത്തിൽ ബേബി ജോൺ റവന്യൂ മന്ത്രിയായിരിക്കുമ്പോഴാണ് നിയമസാധുതയോടെ ഇത് നടപ്പിലാക്കിയത്. മാത്യു മുരുക്കന്റെ കുട്ടനാടുള്ള റാണി ചിത്തിര മാർത്താണ്ഡം പാടശേഖരം സാമ്പത്തിക ബാധ്യതയില്ലാതെ ഗവൺമെന്റ് ഏറ്റെടുത്തതും ഇക്കാലത്താണ്. ലേബർ, എക്സൈസ്, സഹകരണം എന്നീ വകുപ്പുകളുടെ ചുമതലയും അച്യുതമേനോൻ മന്ത്രിസഭയിൽ ബേബി ജോൺ കൈകാര്യം ചെയ്തു. 77 അധികാരത്തിൽ വന്ന കെ കരുണാകരൻ മന്ത്രിസഭയിലും തുടർന്ന് AK ആന്റണി, PK വാസുദേവൻ നായർ എന്നിവരുടെ മന്ത്രിസഭയിലും ബേബി ജോൺ റവന്യൂ വകുപ്പിന്റെ അമരക്കാരനായി. അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തുടക്കം മുതൽ പ്രതിസന്ധികൾ കൂടിയാണ് കടന്നു പോന്നിട്ടുള്ളത്. അധികാരമേറ്റെടുത്ത ആദ്യ നാൾ മുതൽ അന്നത്തെ പ്രതിപക്ഷം ആ മന്ത്രിസഭയ്ക്ക് തലവേദന സൃഷ്ടിക്കുന്ന സമരമുറകളും മറ്റ് ശൈലികളും സ്വീകരിച്ചു തുടങ്ങി. ആ കാലഘട്ടത്തിൽ അച്യുതമേനോന്റെ ഗവൺമെൻറ് നേരിട്ട പ്രതിസന്ധികളെയെല്ലാം വിജയകരമായി തരണം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നേതാക്കളിൽ ഒരാളാണ് ശ്രീ ബേബി ജോൺ. മന്ത്രിസഭയ്ക്ക് അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും മന്ത്രിസഭയ്ക്കകത്തുള്ള പാർട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുമെല്ലാം കൈകാര്യം ചെയ്യുന്നതിൽ മറ്റാരും കാണിക്കാത്ത അസാമാന്യമായ നയചാതുര്യമാണ് ബേബി ജോൺ കാണിച്ചിരുന്നത്. റവന്യൂ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ ഭൂപരിഷ്കാരം പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിൽ ബേബി ജോൺ വഹിച്ച പങ്ക് വളരെ നിർണായകമാണ്. അദ്ദേഹം വളരെ ശ്രദ്ധ ചെലുത്തി ഭൂപരിഷ്കാര നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആനുകൂല്യങ്ങൾ കുടികിടപ്പുകാർക്കും സാധാരണക്കാർക്കും എത്തിക്കുന്നതിന് വേണ്ടി വളരെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വേഗതയിൽ ഭൂപരിഷ്കാരം പ്രായോഗിക തലത്തിലെത്തിക്കാൻ കഴിഞ്ഞത്. എൻ്റെ മന്ത്രിസഭയിലും ശ്രീ ബേബി ജോൺ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായ പ്രയാസകരമായ പല പ്രതിസന്ധികളിലും അദ്ദേഹം ഒരു മന്ത്രിസഭയിലെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ വേണ്ട ഉപദേശങ്ങൾ നൽകുവാനും എനിക്ക് അത്യാവശ്യം ഘട്ടങ്ങളിൽ ആശ്വാസ വചനങ്ങൾ നൽകുവാനും അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. ആയിരത്തി 1980 അധികാരത്തിൽ വന്ന് 2 വർഷം മാത്രം നിലനിന്ന ഇടതുപക്ഷ ഗവൺമെന്റിൽ ബേബി ജോൺ വിദ്യാഭ്യാസ മന്ത്രിയായി. ബഹുജന പങ്കാളിത്തത്തോടെ സർക്കാർ സ്കൂളുകൾ ആരംഭിക്കുകയും അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തത് ഇക്കാലത്തായിരുന്നു. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് പുതിയ അടിസ്ഥാനം കണ്ടെത്താനുള്ള അന്വേഷണവും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കൂടുതൽ കലാലയങ്ങൾ അനുവദിച്ചതും ദീർഘവീക്ഷണമുള്ള നടപടികളായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ കേരളീയ വിദ്യാർത്ഥികൾക്കായി അവിടെ സ്കൂളുകളും പരീക്ഷാ കേന്ദ്രങ്ങളും ആരംഭിച്ചതും ബേബി ജോൺ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ്. ഒരു പ്രശ്നം ഗൗരവമായി ഒരു ക്യാബിനറ്റിൽ വരുമ്പോൾ അത് എങ്ങനെ പരിഹരിക്കണം എന്നതിനെപ്പറ്റി കഴിഞ്ഞകാല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ബേബി ജോണിന് വ്യക്തമായ ചില ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, വെറും അദ്ദേഹം ഒരു ഭരണകർത്താവ് മാത്രമല്ല, അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ ലീഡറാണ്, ഒരു തൊഴിലാളി വർഗത്തിൻ്റെ നേതാവും കൂടിയാണ്. കൊല്ലത്തുള്ളതായിരിക്കുന്ന കശുവണ്ടി തൊഴിലാളികളും
മറ്റും ഈ ഇവിടുത്തെയും കശുവണ്ടി തൊഴിലാളികളും അവർക്ക് സംഘടിതമായി ശബ്ദമുയർത്താനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിലുമെല്ലാം മുൻനിന്ന് പ്രവർത്തിച്ച് അവർക്കൊരു മന്ദിരെടുത്തു കൊടുക്കാനും അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ബേബി ജോണിനുള്ള കഴിവ് വളരെ അപാരമായിരുന്നു. അത് വളരെ മുൻകൈയെടുത്തുകൊണ്ട് തൊഴിലാളികൾക്ക് ആശ്വാസപ്രദമായിരുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വിപ്ലവ പ്രസ്ഥാനത്തിലേക്കുള്ള മുന്നേറ്റവും അദ്ദേഹത്തിൻ്റെ തൊഴിലാളി വർഗത്തോടായിരിക്കുന്ന കൂറും അദ്ദേഹത്തിൻ്റെ ഒരു റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആശയഗതി ഈ രാജ്യത്ത് വളർന്നു വരുന്ന ചിന്താഗതിയും ഈ രാജ്യത്തിലെ ജനങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വളരെയധികം മുമ്പോട്ട് നയിച്ചിട്ടുണ്ട്. മുമ്പധികം കുതിച്ച് മുമ്പോട്ട് പോകാൻ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബേബി ജോണിനെ സ്മരിക്കുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനത്തിന് അഭിവാദ്യം ചെയ്യുക എന്നുള്ളതും ഏതൊരു വിപ്ലവകാരിയുടെയും കടമയാണ്. 1970 RSP UDF മുന്നണിയുമായി കേരളത്തിൽ ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് കേന്ദ്ര നേതൃത്വത്തിന് സ്വീകാര്യമായില്ല. 80 RSP സംസ്ഥാന ഘടകം ഇടതുപക്ഷ മന്ത്രിസഭയിൽ ചേർന്നപ്പോൾ വിഘടിച്ചു നിന്ന കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ വീണ്ടും ധാരണയായി. 84 RSPയുടെ 12ാം ദേശീയ സമ്മേളനത്തിന് കൊല്ലം വേദിയായി. അണികളിൽ ആവേശം പകർന്നുകൊണ്ടുള്ള സമ്മേളനത്തെ തുടർന്ന് UTUCയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി ബേബി ജോൺ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. സംഭവബഹുലമായ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ 1955 മെയ് 5 ബേബി ജോൺ വിവാഹിതനായി. ആറന്മുള തേയില മണ്ണിൽ TV മാത്യുവിന്റെ മകൾ അന്നമ്മയായിരുന്നു വധു. 2 ആൺമക്കളും ഒരു മകളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം. മക്കളും മരുമക്കളും ചെറുമക്കളും അടങ്ങുന്ന ഈ കുടുംബത്തിന്റെ സ്നേഹസ്വരൂപനാണ് ബേബി ജോൺ. 1955 മെയ് 5 ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. 12 സഹോദരങ്ങൾ മരിച്ചുപോയ ഒരാൾ മാത്രം ദൈവം കൊടുത്ത് അങ്ങനെ മാതാപിതാക്കന്മാർ ഈ മകനെ എന്ന് പറഞ്ഞ് മാത്രം ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലോട്ടാണ് ഞാൻ വന്നത്. വിവാഹത്തിന് 3-4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിയമസഭാ സാമാജികനായിരുന്നു. രാഷ്ട്രീയമായിട്ട് യാതൊരു അടുപ്പമില്ലാത്ത എനിക്ക് മുഴുവൻ രാഷ്ട്രീയക്കാരനായ ഒരാളിൻ്റെ കൂടെയുള്ള ജീവിതത്തെക്കുറിച്ച് വലിയ ഭയമായിരുന്നു. സാമൂഹ്യ ജീവിതത്തിൽ മുഴുകിയിരുന്ന ബേബി ജോൺ സ്നേഹമെന്ന ഉത്തരം എല്ലായ്പ്പോഴും കരുതിയിരുന്നു. അകം നിറയുന്ന സ്നേഹം എന്നും ഒപ്പം നിന്നവർക്ക് ഈ മനുഷ്യൻ നൽകി. ഒരിക്കൽ കണ്ടാൽ ഒരുപാട് കാലം ഓർക്കാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നു ബേബി ജോണിൻ്റേത്. ആദ്യമൊക്കെ എനിക്ക് വളരെ പ്രയാസം തോന്നിയിട്ടുണ്ട്. ഏത് സമയത്തും തൊഴിലാളികളായാലും ആരായാലും ഏത് സമയത്തും എപ്പോൾ വേണേലും വന്ന് കയറി കിടക്കുന്ന മുറി വരെ വന്ന് സാറിനെ തോണ്ടി വിളിച്ചുണർത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലാണ് കാര്യം കഴിഞ്ഞത്. പിന്നെ അതാണ് സാറിൻ്റെ രീതി എന്നുള്ളത് മനസ്സിലായപ്പോഴത്തേക്ക് എനിക്കതിൽ പിന്നെ പരിഭവിക്കേണ്ട കാര്യമില്ലായിരുന്നു. അത്രയ്ക്ക് സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ സാറ് അത് കഴിഞ്ഞേ ഉള്ളൂ നിങ്ങളൊക്കെ ആ രീതിയിൽ തന്നെയാണ് ഈ തൊഴിലാളികൾ അന്ന്. അതിൽ സാറൊരു പ്രത്യേക സന്തോഷം തന്നെ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. സ്വന്തം സഹോദരങ്ങളില്ലാതിരുന്ന ബേബി സാറിന് ഒരു സഹോദരൻ, ഇന്നത്തെ ഒരു സഹോദരനായിരുന്നു ശ്രീകണ്ഠൻ ചേട്ടൻ. സഖാവ് ശ്രീകണ്ഠൻ നായർ നേതൃത്വവുമായി പിണങ്ങി പാർട്ടി വിട്ടു. ഇത് ബേബി ജോണിനെ വ്യക്തിപരമായി ഏറെ വേദനിപ്പിച്ച സംഭവമായിരുന്നു. ഈ കാലയളവിലാണ് നിശ്ചയിക്കപ്പെട്ട സ്വന്തം വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ചവറ അയ്യാറിയിലെ തൊഴിലാളിയായ ചെറുപ്പക്കാരനെ കാണാതായത്. രാഷ്ട്രീയ പ്രതിയോഗികൾ ഇതൊരു അവസരമാക്കി. ബേബി ജോണിന്റെ ഒത്താശയോടെ അദ്ദേഹത്തിന്റെ അനുയായികൾ സരസനെ കൊലപ്പെടുത്തി അറേബ്യൻ സമുദ്രത്തിന്റെ അഗാധതയിൽ വലിച്ചെറിഞ്ഞു എന്ന് പ്രചരണം നടത്തി. പല പല സംഭവങ്ങൾ
ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും അദ്ദേഹത്തെ ഉലച്ച ഒരു സംഭവമായിരുന്നു 80-ന് മണ്ണ് കമ്പനിയിൽ ഒരു ജോലിക്കാരനായിരുന്ന സരസൻ എന്നൊരാളിനെ കാണാതെ പോയത്. സരസൻ്റെ വിവാഹം ഉറപ്പിച്ച് സരസൻ്റെ കല്യാണം കഴിക്കാനുള്ള പെണ്ണിൻ്റെ അമ്മയും അപ്പനും അച്ഛനും വീട്ടിൽ വന്ന് വിവാഹക്കാരിയൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ചെന്നപ്പോഴാണ് അവരറിയുന്നത് സരസൻ മിസ്സിങ് ആണെന്ന്. അതിനെക്കുറിച്ച് ഉണ്ടായ കഥകൾ അനേകമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ കാറിൽ യാത്ര ചെയ്തവർ പോലും അദ്ദേഹത്തെ സംശയത്തോടെ വീക്ഷിച്ചിട്ടുള്ളതായിട്ടാണ് അവർ പോലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഞാൻ സ്കൂളിൽ ചെല്ലുന്ന ഉടനെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എൻ്റെ ബോർഡിൽ ഞാൻ ക്ലാസ്സിൽ ചെല്ലുന്നതിന് ജസ്റ്റ് മുന്നിൽ സരസൻ ഇവിടെ പറയൂ അന്നമ്മ സാറേ, സരസൻ്റെ കൊലയാളിയെ അറസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും സ്കൂളിൽ കയറുന്നുള്ളൂ എന്നും പറഞ്ഞ് ബാച്ചായിട്ട് പിള്ളേർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകും. സ്കൂളിലോട്ട് പോകാൻ കൂടെ എനിക്ക് പേടിയായിരുന്നു. അവിടെ ചെല്ലുന്ന പറഞ്ഞാൽ എൻ്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർ പറയും, ടീച്ചേഴ്സ് വരെ പറയും, കൊന്നിട്ടില്ലെങ്കിലും കൊന്നേച്ച് വന്നവരെ നിർത്തി കാണും, അതുകൊണ്ടാണ് അല്പം തീയില്ലാതെ പുക ഉണ്ടാകത്തില്ല. ഇത് പല പ്രാവശ്യം കേൾക്കുമ്പം പിന്നെയും ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുടനെ നീ നോക്കിക്കോ സരസൻ തിരിച്ചു വരും. അപ്പം പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും സരസൻ്റെ അമ്മ പ്രാർത്ഥിച്ച കൂടുതൽ ഞങ്ങളുടെ കുടുംബം സരസന് വേണ്ടി പ്രാർത്ഥിച്ചു. 6 വർഷം കഴിഞ്ഞാണ് എനിക്ക് ലങ്ങിനൊരു ഇൻഫെക്ഷൻ ഉണ്ടായി മദ്രാസ് ആശുപത്രിയിൽ പോയി അവിടെ ട്രീറ്റ്മെൻറ്റിലിരിക്കുമ്പോഴാണ് നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ അന്ന് രാത്രി ആശുപത്രിയിൽ വിളിച്ചു പറഞ്ഞു സരസൻ തിരിച്ചു വന്നത്. അപ്പം ഞങ്ങൾ അനുഭവിച്ച പോലുള്ള സന്തോഷം എനിക്ക് തോന്നി കേരളത്തിൽ വേറെ ആർക്കും ഉണ്ടായി കാണത്തില്ല, സരസൻ്റെ വീട്ടുകാർക്ക് പോലും. 1982 തെരഞ്ഞെടുപ്പ് കാലത്ത് സരസന്റെ തിരോധാനം ബേബി ജോണിനെതിരെ കോരിച്ചൊരിഞ്ഞിട്ടും ചവറയിലെ ജനങ്ങൾ തങ്ങളുടെ ജനനായകനെ വീണ്ടും തെരഞ്ഞെടുത്തു. എൻ്റെ ജീവിതത്തിൽ എന്നെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് ചോദിച്ചാൽ അക്കമിട്ടൊന്നൊന്നായി പറയുവാൻ കഴിയുന്ന ഒരു സ്വാധീനമല്ലായിരുന്നു. എന്നെ എല്ലാ അർത്ഥത്തിലും എൻ്റെ ആ ജീവിത രീതിയും ഇന്ന് ഞാൻ ആയതിലും എല്ലാം ഒരുപക്ഷെ അദൃശ്യമായ ഒരു സ്വാധീനം ഞാൻ കണ്ടു വളർന്നതും അതിൽ നിന്ന് എല്ലാ രീതിയിലും മോൾഡ് ചെയ്തെടുത്തത് ആ സ്വാധീനം മാത്രമാണ്. ഇന്ന് ഞാൻ യഥാർത്ഥത്തിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷം അദ്ദേഹത്തിന് ആർജിക്കുവാൻ സാധിച്ച വിശ്വാസ്യത ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന്, അത് ഒരുപക്ഷെ ആത്മാർത്ഥമായി സ്നേഹം നൽകിയത് കൊണ്ടായിരിക്കാം 50 വർഷക്കാലം ഒരു മണ്ഡലത്തേക്ക് പ്രതിനിധീകരിക്കുക, വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരും സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ളവരെയും ഒരുപോലെ ആ വിശ്വാസം അർപ്പിച്ച് കൊണ്ടുപോകാൻ സാധിച്ചതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അതനുസരിച്ച് കീപ്പപ്പ് ചെയ്യാൻ ഒക്കുമോ ഇല്ലെന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയൊരു ഭയാനകമായിട്ടുള്ളൊരു സംഭവമാണ്. വ്യക്തിബന്ധങ്ങൾക്കും സൗഹൃദത്തിനും ജീവിതത്തിൽ ഏറെ സ്ഥാനം കൊടുത്തിരുന്ന ബേബി ജോൺ കേരള രാഷ്ട്രീയത്തിൽ അനുരഞ്ജനത്തിന്റെ അവസാന വാക്കായിരുന്നു. അദ്ദേഹത്തെ കേരള കിസിംഗർ എന്ന് വിശേഷിപ്പിച്ചു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഈ RSP കാരൻ പങ്കെടുത്തിരുന്നു. ബേബി ഹാജി എന്ന ഓമന പേര് കിട്ടിയത് അങ്ങനെയാണ്. CH മുഹമ്മദ് കോയയുമായുള്ള ബേബി ജോണിന്റെ ചങ്ങാത്തം കക്ഷി രാഷ്ട്രീയങ്ങൾക്കതീതമാകണം വ്യക്തിബന്ധം എന്നതിന്റെ ദീപശിഖയാണ്. തൊഴിലാളി വർഗത്തിന് ജീവിതം സമർപ്പിച്ച ബേബി ജോണിന് തൊഴിലാളികൾ കൊടുത്ത ഉപഹാരമാണ് ഈ മന്ദിരം. തങ്ങളുടെ നേതാവിന് സവിശേഷമായ ഒരു ഷഷ്ടിപൂർത്തി സമ്മാനം. ചവറയിലെ ബേബി ജോൺ ഷഷ്ടിപൂർത്തി സ്മാരക മന്ദിരം 92 മതേഷ് റായി ഉദ്ഘാടനം ചെയ്ത ഈ സ്മാരകം തൊഴിലാളികളും നേതാവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കെട്ടുറപ്പുള്ള പ്രതീകമാണ്.
ഒരുപക്ഷെ ഈ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് വളർത്തിവിടുന്നത് ഈ ചവറയിലെയും പരിസര പ്രദേശങ്ങളിലുള്ള മണൽ തൊഴിലാളികളാണ്. ആദ്യം സാറ് പ്രധാനമായും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മേഖല അന്ന് ഇവിടെ അസംഘടിതരായിരുന്ന മണൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വളരെ ധീരോദാത്തങ്ങളായ സമരങ്ങൾ വളരെ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും ആർക്കും വിസ്മരിക്കാൻ കഴിയാത്ത നിർണായകങ്ങളായിട്ടുള്ള സംഭവവികാസങ്ങളാണ് കൊല്ലം ചവറ സംഭവവുമായി ബന്ധപ്പെട്ട്. കൊല്ലത്തെ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ചവറയിലെ പൊതുപണിമുടക്ക്, ആ പണിമുടക്കിനെ പോലീസ് നേരിട്ട സാഹചര്യങ്ങൾ, തൊഴിലാളികൾ ഒറ്റക്കെട്ടായി പണിമുടക്കിക്കൊണ്ട് കൊല്ലത്തേക്ക് ഈ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ടുള്ള മാർച്ച്, അതിനെ പോലീസ് ദുഷ്ടൂരമായി നേരിട്ട, അതിൽ നിന്നാണ് തൊഴിലാളികൾ അന്ന് അക്ഷരാർത്ഥത്തിൽ വിയർപ്പ് രക്തവും മജ്ജയും മാംസവും നൽകിയാണ് ആ സമരങ്ങളെയൊക്കെ നയിച്ചത്. 1952 ജയിലിൽ കിടന്നാണ് ബേബി ജോൺ പെരിനാട് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. 54 മുതൽ ചവറ ഉൾപ്പെടുന്ന കരുനാഗപ്പള്ളിയിൽ നിന്നും മത്സരിച്ചു. 57 പരാജയപ്പെട്ടു. 60 RSPയിലെ ഏക അംഗമായി നിയമസഭയിലെത്തി. 65 മത്സരിച്ചില്ല. 67 മുതൽ 2001 വരെ ചവറ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ദീർഘകാല ജനസേവനത്തിന് രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. അരനൂറ്റാണ്ടുകാലം നിയമസഭാംഗമാകാൻ കഴിഞ്ഞത് ബേബി ജോണിന്റെ പൊതു സ്വീകാര്യതയുടെ നിദർശനമാണ്. പ്രസ്ഥാനത്തിനപ്പുറം വ്യക്തിക്ക് വളരാൻ കഴിയുമെന്ന് ഈ മനുഷ്യൻ നമ്മെ പഠിപ്പിച്ചു. വ്യക്തി ചരിത്രത്തിന്റെ ഭാഗമാവുകയല്ല, ചരിത്രമാവുകയാണ് ഇവിടെ സംഭവിച്ചത്. ആയിരത്തി 1996 ബേബി ജോൺ നയനാർ മന്ത്രിസഭയിലെ ജലസേചന മന്ത്രിയായിരിക്കെ 97 രോഗബാധയെ തുടർന്ന് കർമ്മനിരതമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശരീരം മനസ്സിനൊപ്പം വഴങ്ങാതെയായി. ആദ്യത്തെ അവശതകളിൽ നിന്നും വളരെയേറെ ഈ ശരീരം ഇന്ന് മുന്നോട്ടു പോയിരിക്കുന്നു. നേതൃസ്ഥാനത്തു നിന്നും ബേബി ജോൺ മാറി നിൽക്കേണ്ടി വന്ന അവസ്ഥ പാർട്ടിയെ വല്ലാതെ ഉലച്ചു. RSP 2 പിളർന്നു. അങ്ങനെ RSP ബോൾഷെവിക് എന്നൊരു പുതിയ പാർട്ടി രൂപീകരിക്കപ്പെട്ടു. 2 വിഭാഗങ്ങളും ബേബി ജോൺ എന്ന ഇതിഹാസത്തെ അംഗീകരിക്കാൻ ഇപ്പോഴും തുല്യ മനസ്കരാണ്. സംഘടനാ സാമർഥ്യമുള്ള ആദർശശാലിയായ ചെറുപ്പക്കാരനിൽ നിന്നും തുടങ്ങി കടമകൾ മറക്കാത്ത കുടുംബനാഥനായി, സാഹോദര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി ഇക്കാലമത്രയും തുഴയേന്തുകയായിരുന്ന ഈ തലകുനിക്കാത്ത സിംഹം കേരളീയന്റെ മനസ്സിൽ എന്നും വിപ്ലവാവേശമായി നിലനിൽക്കും. ഈ കടലിനും ഇവിടെ വീശിയടിക്കുന്ന കാറ്റിനും എപ്പോഴും ഉള്ളിലടക്കിയ അമർഷത്തിന്റെ വിതുമ്പലുകളാണ്. എത്രയോ നാളുകൾ ആരുടെയൊക്കെയോ ചട്ടുകങ്ങളായി മാത്രം ജീവിക്കേണ്ടി വന്ന നാവരിയപ്പെട്ട മനുഷ്യരുടെ നിലവിളികൾ ഈ കെട്ടിമറിയുന്ന തിരമാലകളിലുണ്ട്. ഈ മനുഷ്യനെ കാണുമ്പോഴൊക്കെ അവർ ആ കഥകളുടെ ചുരുളുകൾ നിവർത്തും. ഓരോ തിരയോളവും പേറുന്ന കൊടും ദൈന്യതയുടെ ഉൾച്ചുഴികൾ ഈ മനസ്സ് ഏറ്റുവാങ്ങുന്നു. എല്ലാം അറിയുന്നൊരു കാരണവരായി ക്ഷമയോടെ എല്ലാം കേട്ടറിഞ്ഞ ശേഷം കർമ്മനിരതമായൊരു മനസ്സോടെ ഈ ദീർഘകായൻ നടക്കുകയാണ്. ഈ യാത്ര നീളുന്നത് ഹൃദയം നഷ്ടപ്പെട്ട അധികാരസ്ഥാനങ്ങളോട് പകരം ചോദിക്കാനാണ്. നീതി നഷ്ടപ്പെട്ടവന് വെളിച്ചം നൽകാനാണ്. മുറിവുകളിൽ തൈലം പുരട്ടാനാണ്. വിശ്രമമില്ലാത്ത ആ കർമ്മചൈതന്യം ഒരു പുലർകാലം പോലെ എങ്ങും നിറഞ്ഞു പരക്കുന്നു.